ചങ്ങായിമാർ എല്ലാവർക്കും സുഖല്ലേ? ഞാനിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ റിട്ടയർഡ് മാഡം ശ്രീലേഖ IPS കുറിച്ചാണ്. IPSന്റെ തള്ളിനെ കുറിച്ചാണ്. തള്ളു എന്നെല്ലാം പറഞ്ഞാല് എമ്മാതിരി തള്ളാണ് നമ്മൾ റിട്ടയർഡ് മാഡം തള്ളുന്നത്. തള്ളു മാത്രമാണോ? അതിന്റെ അടുക്ക് ഒരുപാട് പച്ചക്കള്ളും ഒരു നാണവും അല്ലാണ്ട് ഇങ്ങനെ പറഞ്ഞോണ്ടേയിരിക്കുന്നു. ഒന്നാമത് സ്വന്തം ഭർത്താവിനെ കൊല്ലാൻ നോക്കിയ അതേ പാർട്ടി പോയിട്ട് അതേ പാർട്ടിനെ വെളുപ്പിക്കണമെങ്കിൽ എത്രമാത്രം തൊലിക്കെട്ടി വേണം ഈ റിട്ടയർഡ് മാഡത്തിന്. നമുക്കെന്തായാലും നമ്മൾ റിട്ടയർഡ് മാഡം ഇന്നലെ തള്ളിയ കുറച്ച് കാര്യങ്ങൾ കേൾക്കാം. ഇന്നലെ തള്ളി എന്ന് പറഞ്ഞാല് ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് തള്ളോട് തള്ളാണ്. എന്താണ് നമുക്ക് ഇന്നലെ തള്ളിയ കുറച്ച് കാര്യങ്ങൾ കേട്ടിട്ട് വരാം. എന്താണ് ഭാവിയിൽ മനസ്സിലുള്ള ഒരു വികസന സ്വപ്നം? എന്റെ മാത്രം സ്വപ്നമല്ല, അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ മോദിജിയുടെ സ്വപ്നമാണ്. വികസിത ഭാരതം എന്ന് പറഞ്ഞ ഇപ്പോൾ ഭാരതം വികസിച്ചിരിക്കുന്ന ഒരു രീതിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ കൺമുമ്പിലില്ലേ? ഇപ്പോൾ 2014 തൊട്ട് ഇങ്ങോട്ട് ഇതുവരെ 11 വർഷമായിട്ട് എന്താണ് ഭാരതത്തിന് വേണ്ടി ചെയ്തിരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വം? അതിനു മുമ്പ് കടക്കടിയിൽ മുങ്ങി എല്ലായിടത്തും രാജ്യങ്ങളുടെ മുമ്പിൽ മുട്ടിലിഴഞ്ഞ് വളരെ വലിയ ഒരു അരക്ഷിതാവസ്ഥ ജനങ്ങൾക്ക് അനുഭവപ്പെട്ട സാമ്പത്തിക സ്ഥിതി എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരം, ഒരിടത്തും ഉയർച്ചയില്ലാതിരുന്ന ആ ഒരു ഭാരതത്തിനെ നമ്മൾ എത്രമാത്രം ഉയരത്തിലേക്കാണ് എത്തിച്ചിരിക്കുന്നത് വെറും 11 വർഷം കൊണ്ട്. തല കുത്തി നിന്നാൽ അവർക്ക് ഏതെങ്കിലും ഒരു ചെറിയ അഴിമതി ആരോപണം പറയാൻ പറ്റുമോ ഈ സർക്കാരിന്, കേന്ദ്ര സർക്കാരിനെതിരെ? പറ്റത്തില്ല. അതുകൊണ്ടാണ് അവർ ഈ വോട്ട് ജോലി തുടങ്ങിയ വിട്ടിത്തം നിറഞ്ഞ അപവാദങ്ങൾ പറഞ്ഞ് പരത്തുന്നത്. എന്റെ മാഡം ലോകത്തിന്റെ നെറുകയിൽ ഇരുന്നു കൊണ്ട് ഇമാതിരി തള്ളുകളല്ലട്ടാ. ആ തള്ളിന്റെ അടുക്ക് അങ്ങനെ താഴെ വീണാണ്ടല്ല നല്ല പരിക്ക് മാഡത്തിന് പറ്റും. പിന്നെ അഴിമതി ആരോപണം, എത്രമാത്രം അഴിമതി ആരോപണങ്ങളാണ് ഈ 11 വർഷത്തിനിടയ്ക്ക് BJP സർക്കാരിനെതിരെ വന്നത്. എന്താ അതിന്റെ അവസ്ഥ എന്ന് വെച്ചാൽ അന്വേഷിക്കേണ്ടതാരാണ്? ഇവര് തന്നെ. ഇവരുടെ തെയ്യം, ഇവരുടെ മഞ്ഞക്കുറി, തുള്ളടാ തുള്ളു. ഇതാണ് അവസ്ഥ. ആരും അന്വേഷിക്കാനില്ല. അതുകൊണ്ട് അന്വേഷണത്തിന്റെ കാര്യം, അഴിമതിന്റെ കാര്യമൊന്നും എന്റെ മാഡം തള്ളല്ലാട്ടാ. പിന്നെ ഇന്ത്യ ഭയങ്കര ഉയർച്ചയിൽ എന്ന് പറയുമ്പോൾ ഏറ്റവും ഉയരമുള്ള പട്ടേലിന്റെ പ്രതിമ നിർമ്മിച്ചതുകൊണ്ടോ ശ്രീരാമന്റെ പ്രതിമ നിർമ്മിച്ചതുകൊണ്ടാണോ ഇന്ത്യ ഏറ്റവും ഉയരത്തിൽ എന്ന് പറയുന്നത്? ഇനി ചേച്ചി തന്നെ 11 വർഷം കൊണ്ട് ഇന്ത്യ എത്രമാത്രം ഉയരത്തിലാണ് എത്തിയെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആ തള്ളും കൂടി നമുക്ക് കേട്ടിട്ട് വരാം. അതുകൊണ്ട് അഴിമതിരഹിതമായിട്ടുള്ള വളരെ നല്ല വികസനം, ലോകത്തിന്റെ മുന്നിലുള്ള 4ാമത്തെ സാമ്പത്തിക ശക്തി. അതിനു മുമ്പ് 2012-13 ഒക്കെ 28ാം സ്ഥാനമായിരുന്നു ഭാരതത്തിന് സാമ്പത്തിക ഭദ്രതയുടെ കാര്യത്തിൽ. ഇപ്പം 3ാമത്തെ ആവുമ്പോൾ നമ്മൾ ജർമ്മനിയെ കവച്ചു വെക്കാൻ പോകുന്നു. എവിടെ പോയാലും കിട്ടുന്ന ഒരു സ്വീകാര്യത, ഭാരതീയൻ എന്ന് പറയുമ്പോൾ ലോകത്ത് എവിടെയും കിട്ടുന്ന ഒരു അംഗീകാരം, ഇതൊക്കെ തന്നത് നമ്മുടെ വികസിത ഭാരത സ്വപ്നമാണ്. അപ്പോൾ വികസിത ഭാരതം, ആത്മനിർഭർ ഭാരതം, എത്രയാണ് 69-70 പ്രോജക്റ്റുകളാണ് ഭാരതത്തിൽ ഉടനീളം ആളുകൾക്ക് വേണ്ടി അന്ന യോജനകള്, ശുചിത്വ മിഷൻ, അതുപോലെ ഉജ്ജ്വല മിഷൻ, ജലവായു മിഷൻ, ഒരുപാട് 69-70 പദ്ധതികൾ ഭാരതത്തിലുടനീളം ഇങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി കിടഞ്ഞ് ശ്രമിച്ചുകൊണ്ട് നൽകിക്കൊണ്ടിരിക്കുക. വികസനം എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും വികസനം ഇങ്ങനെ. ഇപ്പോൾ ഇലക്ട്രിസിറ്റി ഇല്ലാത്ത ഒരു കോണ് പോലും ഇല്ല ഭാരതത്തിൽ. ഫോൺ കിട്ടാത്ത ഒരു കോണില്ല. ഡിജിറ്റലായിട്ട് ആളുകൾക്ക് എല്ലാവർക്കും ബാങ്ക്, ഡിജിറ്റൽ പേയ്മെന്റ് സിസ്റ്റം, എന്തുമാത്രം വികസനമാണ്. കേരളം മാത്രം എന്തുകൊണ്ടാണ് പുറകോട്ട് പോകുന്നത്? നിങ്ങൾ ഈ പറയുന്നതാണ് വികസനമെങ്കിൽ നമ്മളെ കേരളം പിന്നോട്ട് തന്നെ പോയിക്കോളും. നമ്മൾ അത്രയും വികസിച്ചിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. സ്വന്തമായിട്ട് ഫ്ലൈറ്റ് ഇല്ലാത്തതായിരിക്കും ഏറ്റവും വലിയ വികസനം. അത് മാത്രമാണോ ഇപ്പൊ റെയിൽവേക്കെ സ്വകാര്യവൽക്കരിക്കാൻ പോകുന്നത്? എന്തിന്? പല കാര്യങ്ങളും സ്വകാര്യ വ്യക്തികൾക്ക് വിറ്റ്. ഇതൊക്കെയാണോ നിങ്ങൾ പറഞ്ഞ വികസനം? പിന്നെ നമ്മളെ മാഡം അതിനിടക്ക് വലിയൊരു സംഭവം പറഞ്ഞിന്, ലോക സാമ്പത്തിക ശക്തിയിൽ നമ്മൾ ജർമ്മനിനെ കവച്ചു വെക്കാൻ പോകുന്നത്. ആ ജർമ്മനിനെ കവച്ചു വെക്കാൻ പോകുന്ന ഇന്ത്യയുടെ പട്ടിണി സൂചികയിൽ 107ാം സ്ഥാനത്താണ്. ആകെ 127 രാജ്യങ്ങളിൽ 107ാം സ്ഥാനമാണ് പട്ടിണിയുടെ കാര്യത്തിൽ നമ്മുടെ ഇന്ത്യ മാഡം. അതിലേറ്റവും വലിയ രസമുണ്ടല്ല, നമ്മൾ ഇവിടുന്ന് കുറ്റം പറഞ്ഞ ബംഗ്ലാദേശ്, ശ്രീലങ്ക ഉണ്ടല്ല, നമ്മളെക്കാൾ ഒരുപാട് മുകളിലാണ് പട്ടിണി ഇല്ല എന്നുള്ള കാര്യത്തിൽ. നമ്മൾ ഏറ്റവും കൂടുതൽ പട്ടിണിയുള്ള രാജ്യങ്ങളിൽ 107ാം സ്ഥാനത്തിരുന്നിട്ടാണ് നിങ്ങൾ ഇമാരി തള്ളുന്നത് എന്റെ റിട്ടയർഡ് മാഡം. എന്തായാലും ജർമ്മനിയുടെ കവച്ചു വെക്കുമ്പോഴല്ല, ആ കവച്ചു വെക്കുന്നതിന്റെ ഇടയ്ക്ക് ഈ രാജ്യത്ത് പട്ടിണി കിടന്ന് മരണപ്പെടുന്ന ഒരുപാട് പാവങ്ങളുണ്ട്. അവരൊന്ന് നോക്കണം കേട്ടാ. ഈ കവച്ചു വെക്കുന്നതിന്റെ ഇടയ്ക്ക് നമുക്ക് മാഡത്തിന്റെ അടുത്ത കവച്ചു വെക്കൽ തള്ളല് കേട്ടിട്ട് വരാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഹസ്ബൻഡിന്റെ ഫാമിലി മൊത്തം RSSന്റെ ശാഖയിൽ പോയിട്ടുള്ളവരായിരുന്നു. എന്റെ ഭർത്താവ് കുട്ടിക്കാലം മുതൽ BJP വിശ്വാസിയും RSSന്റെ കാര്യങ്ങൾ വിശ്വസിച്ചു. കല്യാണം കഴിയുന്ന സമയത്തും അദ്ദേഹം ഇതിനെപ്പറ്റിയൊക്കെ പറയുമെങ്കിലും ഞാനൊരു ന്യൂട്രൽ പോലീസ് ഓഫീസർ, പൊളിറ്റിക്കൽ പാർട്ടിയിൽ ഒന്നിലും ഒരു ഇടപെടാത്ത ഒരു പോലീസ്. നമ്മളത് ശബ്ദം എടുക്കുമല്ലോ, ട്രെയിനിങ്ങിന്റെ സമയത്ത് നമ്മൾ ശബ്ദം എടുക്കും, രാഷ്ട്രീയത്തിന് അതീതമായി ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ ശബ്ദം മനസ്സിൽ ഉൾക്കൊണ്ട് പ്രവർത്തിച്ചതുകൊണ്ട് ഞാൻ BJP രാഷ്ട്രീയ RSS എന്നൊക്കെ പറഞ്ഞു. ആക്ച്വലി സത്യം പറഞ്ഞ RSSനോട് ഞാൻ എതിരുമായിരുന്നു. കാരണം അത്രയ്ക്ക് കേസുകൾ പോലീസ് ഓഫീസറായിട്ട് ഇരുന്നപ്പോൾ എടുത്തിട്ട് പോകട്ടോ. ഞാൻ ഇവൻ എന്തൊരു കാണിക്കുന്നത്, എന്തിനാ പോയി വഴക്കിടുന്നത്? പക്ഷേ ഇത് ഞാനുണ്ടല്ലോ നമ്മളെ മാട് ഇപ്പം തള്ളില്ലേ, റിട്ടയർഡ് ആയതിനു ശേഷമാണ് എനിക്ക് BJPയോട് ആഭിമുഖ്യം വന്നെന്നുള്ള തള്ളു. ആ തള്ളു ഞാനിപ്പോ പൊളിച്ച് കയ്യിൽ തരാം. ഈ മാടത്തിന് റിട്ടയർഡ് ആകുന്നതിന് മുമ്പിലെ BJPയിൽ നല്ല സ്നേഹം ഉണ്ടായിരുന്നു. അത് മാടുണ്ടല്ല ഈ വീഡിയോ തന്നെ തള്ളുന്നുണ്ട്, വേറെ വീഡിയോയിലൊന്നല്ല, ഈ വീഡിയോ തന്നെ തള്ളുന്നുണ്ട്. അത് നമുക്കൊന്ന് കേട്ടിട്ട് വരല്ലേ. IG ആയിട്ടിരുന്ന സമയത്താണ് ഞാൻ ഗുജറാത്തിൽ ഒരു പോലീസ് സയൻസ് കോൺഗ്രസിന്റെ മീറ്റിംഗിൽ പങ്കെടുക്കാൻ പോകുന്നത്. കേരളത്തിൽ അന്ന് കുറെ അവാർഡുകളൊക്കെ കിട്ടിയത് എനിക്കാണ് എന്റെ ചാർജ്. അപ്പൊ അന്ന് ആ
ശ്രീ നരേന്ദ്രമോദിയുടെ പ്രസംഗം ഞാൻ കേട്ടതാണ് എന്നെ ഫ്ലാറ്റാക്കിയത്. അദ്ദേഹത്തിന്റെ ഫാനായിട്ട് മാറിയത് അതിനുശേഷം. അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. പോലീസും പൊതുജനങ്ങളും എങ്ങനെയാണ് സയൻസ് പോലീസുമായിട്ട് ലിങ്ക് ചെയ്യുന്നത് എന്നൊക്കെയുള്ള ഒരു പ്രസംഗം. ഹിന്ദിയിലാണ് സംസാരിച്ചത്, പക്ഷെ അമേസിംഗ് സ്പീച്ച്. ആ സമയത്ത് ഞാൻ അദ്ദേഹത്തിന്റെ ഫാനായി. IG ആയ സമയത്ത് തന്നെ BJPയുടെ മോഡിയുടെ ഫാൻകളായ നമ്മളെ മാഡം, റിട്ടയർഡ് മാഡം കുറച്ചു മുന്നേ തള്ളിയിട്ടില്ലേ, ഞാൻ റിട്ടയർഡ് ആയതിനു ശേഷമാണ് BJP ആയിട്ട് സ്നേഹത്തിലായത് എന്ന്. എന്ത് തള്ളാന്ന് തള്ളുന്നത് എന്റെ ബാബുട്ടാ. പിന്നെ അതിന്റെ ഇടക്ക് വേറൊരു തള്ളും കൂടി ഉണ്ട്. ആ തള്ളും ഞാൻ പൊളിച്ച് കൈ തരാം. പണ്ടൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവരെ ഭർത്താവിന RSSും RSSന്റെ ഗുണ്ടകളും കൂടിയിട്ട് കൊല്ലാൻ ശ്രമിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ആ വീഡിയോയെ കുറിച്ച് നമ്മളെ മാഡത്തിനോട് ചോദിച്ചപ്പോ മാഡം പറയുന്നത്, ഞാനങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല, RSSകാരും RSSന്റെ ഗുണ്ടയാന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ലാന്ന് ഇപ്പം പറയുന്നത്. നമുക്ക് ഈ കാര്യത്തിൽ ഒരു ട്രോൾ വീഡിയോ ഉണ്ട്. ആ ട്രോൾ വീഡിയോയിൽ ഇവർ ആദ്യം പറഞ്ഞതുകൊണ്ട് രണ്ടാമത് പറഞ്ഞതുകൊണ്ട് രണ്ടും കൂടി നമുക്ക് കേട്ടിട്ട് വരാം. അതുകൊണ്ട് ആക്ച്വലി ഇല്ല, RSS ഗുണ്ടാന്ന് ഞാൻ അന്നും ഉപയോഗിച്ചിട്ടില്ല. RSS ഗുണ്ട എന്നുള്ള പദം ഞാൻ അന്നും ഉപയോഗിച്ചിട്ടില്ല, ഇന്നും ഉപയോഗിക്കുന്നില്ല. ശരിക്കും ആ വീഡിയോ കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, RSSനോട് എനിക്ക് ബഹുമാനം തോന്നിയ ഒരു സമയമാണ് അത്. കുറച്ച് RSSകാർ എന്റെ മുന്നിൽ, ഞാൻ പത്തനംതിട്ട SP ആയിരിക്കും, എന്റെ മുന്നിൽ വന്ന് കുറച്ച് പൈസ വെച്ചിട്ട് പറയുന്നു, മാഡത്തിന്റെ ഭർത്താവിനെ കൊല്ലാൻ ഒരു കൊട്ടേഷൻ കിട്ടിയതാണ്, ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തന്നതിന്റെ ആ ഒരു മഹാത്മ്യം കൊണ്ടാണ് RSSകാരോട് എനിക്ക് ആദ്യമായിട്ട് ബഹുമാനം തോന്നിയത്. അതാണ് ഞാൻ ആ വീഡിയോയിലൂടെ പറഞ്ഞത്, അല്ലാതൊന്നുമല്ല. നമ്മൾ അനാഥരാണ്, ഗുണ്ടകളല്ല. വെട്ടിക്കൊന്നു കളയാനായിട്ട് ഒരു ഓർഡർ, ഒരു കൊട്ടേഷൻ ഗുണ്ടകള്, RSSകാരും അല്ല, അവരുടെ ഗുണ്ടകളായിട്ടുള്ള കുറച്ച് ആൾക്കാര് ഈ 4 ലക്ഷം രൂപയും കൈപ്പറ്റിക്കൊണ്ട്. അപ്പൊ അവർ അന്വേഷിച്ചപ്പോ എന്റെ ഭർത്താവിന്റെ വീട്ടുകാരൊക്കെ കുറെ പേര് BJP മെമ്പേഴ്സാണ്, അദ്ദേഹത്തിന് BJP സിമ്പതി ഉണ്ട്. കണ്ട ഒറ്റയടിക്ക് പറഞ്ഞത് മാറ്റി പറയുന്നുണ്ട. RSSകാരും RSSന്റെ ഗുണ്ടകളും ഇവരുടെ ഭർത്താവിനെ കൊല്ലാൻ ശ്രമിച്ച കാര്യം ഇവർ തന്നെ മാറ്റി പറയുന്നുണ്ടെങ്കിൽ ഇവർ അത്രമാത്രം കള്ളങ്ങളായിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്രയും കള്ളം പറഞ്ഞ ഈ സ്ത്രീയാണ് തിരുവനന്തപുരത്തെ മേയറാകാൻ വേണ്ടി മത്സരിക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, തിരുവനന്തപുരംകാരെ, നിങ്ങളെങ്ങാനും ചാണകത്തിൽ ചവിട്ടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ചാണകത്തിൽ ചവിട്ടിയാൽ ഇതായിരിക്കും നിങ്ങളുടെ അവസ്ഥ. ഇവരുണ്ടല്ലോ, ഇന്ന് പറഞ്ഞ കാര്യമായിരിക്കില്ല നാളെ പറഞ്ഞത്, നാളെ പറയുന്ന കാര്യമായിരിക്കില്ല മറ്റന്നാൾ പറഞ്ഞത്. പറഞ്ഞ കാര്യം ഒന്നും ഓർമ്മയില്ലാത്ത ഈ സ്ത്രീനെ മേയറാക്കുന്നുണ്ടെങ്കിൽ, ചാണകത്തിൽ ചവിട്ടുന്നുണ്ടെങ്കിൽ തൃശ്ശൂരിന്റെ അവസ്ഥയുണ്ടല്ലോ, ആ തൃശ്ശൂരിന്റെ അവസ്ഥേനും കെട്ടി ഗതികെട്ട അവസ്ഥയിലായിരിക്കും തിരുവനന്തപുരത്തിന്റെ അവസ്ഥ. അതുകൊണ്ട് നിങ്ങൾ തിരുവനന്തപുരംകാരെ ചാണകത്തിൽ ചവിട്ടുന്നതിന് മുമ്പിലെ 1000 വട്ടം ആലോചിക്കുക. സ്വന്തം ഭർത്താവിനെ കൊല്ലാൻ ശ്രമിച്ച RSSുമായിട്ട് ഇപ്പം ബന്ധമുണ്ടാക്കി ആ RSSന്റെ ടിക്കറ്റിൽ BJPക്ക് വേണ്ടി മത്സരിക്കാൻ നിൽക്കുന്ന ഈ സ്ത്രീ, സ്വന്തം ഭർത്താവിനെ കൊല്ലാൻ നോക്കിയ ടീമിന്റെ പുറം കൂടിയിട്ട് അവരെ വെളുപ്പിക്കുന്ന ഈ സ്ത്രീനെ നിങ്ങൾ അവിടെ വിജയിപ്പിച്ചു കഴിഞ്ഞാല് നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മതി. ഇലക്ഷന് മുന്നേ ഇമാതിരി തള്ളും ഇമാതിരി പച്ചക്കള്ളും ആണെങ്കിൽ അവിടെ വിജയിച്ചു കഴിഞ്ഞാൽ തള്ളിന്റെ മഹാപ്രളയമായിരിക്കും, പച്ചക്കള്ളത്തിന്റെ പ്രളയമായിരിക്കും. അതുകൊണ്ട് ഒന്നുകൂടി ആലോചിക്കുക. അപ്പം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ തള്ളിന്റെ തള്ളായ എന്റെ റിട്ടയർഡ് മാഡത്തിനും എന്റെ ഒരു നല്ല സുലാൻ.